മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെ സർക്കാരിന്റെ നേട്ടങ്ങളുമായി ഗവർണറുടെ നയപ്രഖ്യാപനം. വായ്പാ പരിധി വെട്ടിക്കുറച്ചതും തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റങ്ങളിലെ കേന്ദ്ര വിമർശനവും വായിച്ച് ഗവർണർ. Effectively eradicated extreme poverty while providing near universal access to education, health care, sanitation and social security. കേന്ദ്രത്തിനെതിരായ കടുത്ത വിമർശനങ്ങൾ ഒഴിവാക്കിയും ചിലത് കൂട്ടിച്ചേർത്തും ഗവർണറുടെ അസാധാരണ നീക്കം. ഗവർണർ വായിക്കാതെ വിട്ട ഭാഗം വായിച്ച് മുഖ്യമന്ത്രി. നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12, 15, 16 എന്നിവയിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നയപ്രഖ്യാപനത്തിലുള്ളത് തെറ്റായ അവകാശവാദങ്ങളെന്നും മുഖ്യമന്ത്രിയുടേത് ഇലക്ഷൻ സ്പോൺസേർഡ് ഡ്രാമയെന്നും കോൺഗ്രസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. ദ്വാരപാലക കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും കട്ടിളപ്പാളി കേസിൽ ജയിലിൽ തുടരും. കേസിൽ കേരളത്തിന് അകത്തും പുറത്തും ഇഡിയുടെ പരിശോധന. ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ റെയ്ഡ്. കേസിലെ പ്രതികളുടെ വീടുകളിൽ ഉൾപ്പെടെ 21 ഇടങ്ങളിൽ വഴിപാടുകളിലും ആചാരങ്ങളിലും സംഭാവനകളിലും ക്രമക്കേടെന്ന് ഇഡി. SIT അന്വേഷണം തൃപ്തികരമെന്നും ഇതിനിടയിലെ ഇഡി അന്വേഷണം സംശയാസ്പദമെന്നും മന്ത്രി VN വാസവൻ. സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ച് UAEയും ഇന്ത്യയും. കരാറുകളിൽ ഒപ്പുവെച്ചത് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ദില്ലി സന്ദർശനത്തിനിടെ. ഗാസ സമാധാന ബോർഡിലേക്കുള്ള അമേരിക്കയുടെ ക്ഷണം സ്വീകരിച്ച UAE. ഗാസ സമാധാന ബോർഡിൽ UAE സജീവ പങ്കാളിത്തം വഹിക്കുമെന്ന് UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ. സജി ചെറിയാന്റെ പ്രസ്താവന വിവാദമായിട്ടും തള്ളാതെ CPM-നെ കടന്നാക്രമിക്കാനുള്ള കള്ളപ്രചാരണമാണ് നടക്കുന്നതെന്ന് MV ഗോവിന്ദൻ. സജി ചെറിയാൻ പറഞ്ഞത് തീവ്രവാദികൾ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങളെന്ന് KC വേണുഗോപാൽ. കുതിച്ചുയർന്ന സ്വർണ്ണവില. പവന് 1,10,14,400 ഗ്രാമിന് 395 രൂപ കൂടി 13,800 രൂപയിലെത്തി. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി വ്യാപക റെയ്ഡുമായി ഇഡി. ആകെ 21 ഇടങ്ങളിലാണ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരുള്ള റെയ്ഡ് നടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ എല്ലാ പ്രതികളുടെ വീട്ടിലും പരിശോധന നടത്തുന്നുണ്ട്. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളിലായി 21 ഇടങ്ങളിലാണ് ഇഡി പരിശോധന. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, A പത്മകുമാർ, N വാസു തുടങ്ങിയവരുടെ വീടുകളിലും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന്റെ വീട്ടിലും ഇഡി പരിശോധനയ്ക്കെത്തി. ബംഗളൂരുവിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ശ്രീരാംപുരയിലെ വീട്ടിലും അടക്കമാണ് ഇഡി റെയ്ഡ്. കോട്ടയത്തെ മുരാരി ബാബുവിന്റെ വീട്ടിലും തിരുവനന്തപുരം പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലും N വാസുവിന്റെ പേട്ടയിലെ വീട്ടിലും A പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിലും പരിശോധന നടത്തി. പോറ്റിയുടെ സഹോദരിയുടെ വലിയ കട്ടക്കിലെ വീട്ടിലും ഇഡി എത്തി. KP ശങ്കരദാസ്, N വിജയകുമാർ, S ബൈജു എന്നിവരുടെ തിരുവനന്തപുരത്തെ വീടുകളിലും പരിശോധന നടത്തി. തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ ഇഡി നിലവിൽ പരിശോധനയ്ക്കെത്തിയിട്ടില്ല. എന്നാൽ തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇഡി സംഘമെത്തി. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ എത്തിച്ചാണ് റെയ്ഡ്. കള്ളപ്പണം വെളുപ്പിക്കലടക്കം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് ഇഡി അന്വേഷണം. ഇതുമായി ബന്ധപ്പെട്ട നിർണായക പരിശോധനയാണ് ഇഡി ആരംഭിച്ചിരിക്കുന്നത്. കുറ്റകൃത്യത്തിലൂടെ നേടിയ സ്വത്തുക്കളുടെ വിവരം തേടിയാണ് പരിശോധന. രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുക്കുന്നതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പൂർണ്ണവ്യാപ്തി കണ്ടെത്താനാകുമെന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. SITയുടെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും എന്നാൽ ഇപ്പോഴുള്ള ഇഡി അന്വേഷണം സംശയാസ്പദമെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. അന്വേഷണത്തിൽ വിവേചനമുണ്ടോ എന്ന് സംശയമുണ്ട്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും ശിക്ഷിക്കപ്പെടണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് SIT ഭംഗിയായി അന്വേഷിക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എല്ലാ കാലത്തെയും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ. SIT അന്വേഷണം തൃപ്തികരമാണ്. എന്നാൽ ഇതിനിടയിലെ ED അന്വേഷണം സംശയകരമാണ്. EDയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് SIT ഭംഗിയായി അന്വേഷിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ശബരിമല വിഷയത്തിൽ EDയുടെ പരിശോധനയിൽ പ്രതികരിച്ച് മന്ത്രി വി. ശിവൻകുട്ടി. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നും തെറ്റ് ചെയ്തവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ഭക്തജനങ്ങൾ ഒരിക്കലും ഇത് ചിന്തിച്ചിരുന്നില്ലെന്നും തന്ത്രിയുടെ അറസ്റ്റ് ജനങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് പിന്നാലെ തന്ത്രിയുടെ വീട് സന്ദർശിച്ചത് BJP ആണെന്നും ഇതിനു മുമ്പും പല പാർട്ടിയിലുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. അന്നൊന്നും അവരുടെ വീട് സന്ദർശിക്കാൻ ഒരു പാർട്ടിക്കാരും പോയിട്ടില്ല എന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ഉപ്പ് തിന്നവർ എല്ലാവരും വെള്ളം കുടിക്കും എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ കുറ്റം ചെയ്തിട്ടുള്ളവരോടോ ആരെല്ലാം ശബരിമലയിൽ നിന്ന് മോഷണം നടത്തിയിട്ടുണ്ടോ അവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള നിലപാട് തന്നെയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഭക്തജനങ്ങൾ ഒരിക്കലും ഒരു സ്വപ്നത്തിൽ പോലും വിശ്വസിക്കാത്ത കാര്യം വിശ്വസിച്ചിരുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ സർക്കാർ SITയെ സമ്മർദ്ദത്തിലാക്കുകയാണെന്ന് KC വേണുഗോപാൽ. കോടതി നിരീക്ഷണത്തോടെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും KC വേണുഗോപാൽ കണ്ണൂരിൽ പറഞ്ഞു. ഹൈക്കോടതിയുടെ ഏറ്റവും ഒടുവിലെ വിധി കൂടി വന്ന സാഹചര്യത്തിൽ, നിരീക്ഷണം കൂടി വന്ന സാഹചര്യത്തിൽ ഈ സർക്കാർ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്ക് മുഴുവൻ ഒത്താശയും കൊടുത്ത സർക്കാരിന് ധാർമ്മികമായി തുടരാൻ യാതൊരു അവകാശവുമില്ല. വിശ്വാസികളെ അവരുടെ ഏറ്റവും വേദനിപ്പിച്ച സർക്കാരായിട്ട് സർക്കാർ മാറിയിരിക്കുകയാണ്. കോടതി നിരീക്ഷണത്തിലുള്ളൊരു കേന്ദ്ര ഏജൻസി അന്വേഷണമാണ് നമുക്ക് വേണ്ടതെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ED പരിശോധനയുമായി സഹകരിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJ കുമാർ പറഞ്ഞു. ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. ഇത്തരം സംഭവങ്ങൾ കൊണ്ട് വിശ്വാസികൾക്ക് ദേവസ്വം ബോർഡിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കണം. ദേവസ്വം ബോർഡിന്റെ പെരുമാറ്റം മുതൽ രസീത് കൊടുക്കുന്ന കാര്യങ്ങൾ വരെ സിസ്റ്റമാറ്റിക് ആകണമെന്നും KJ കുമാർ പറഞ്ഞു. ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകരുത് എന്ന് ഉറപ്പുവരുത്തണം. വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് സിസ്റ്റത്തിന്റെ പരാജയമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. വന്നു അവർ നടത്തിട്ട് നമ്മളെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ഞാനെന്ത് പറയാനാണ്? ഹൈക്കോടതി പറഞ്ഞു അന്വേഷിക്കട്ടെ. ഓരോ ബോർഡുകളാണല്ലോ. ദേവസ്വം ബോർഡെന്ന് പറയുന്ന സ്ഥാപനം ഒന്ന്, കാലാകാലങ്ങളിൽ ഭരണസമിതിയായിട്ട് വരുന്ന ബോർഡുകൾ, രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. ഭരണസമിതിയായ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. ദ്വാരപാലക ശില്പപാളികളുടെ കേസിലാണ് ജാമ്യം ലഭിച്ചത്. 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യം ലഭിക്കുകയായിരുന്നു. പക്ഷേ കട്ടിളപ്പാളി കേസിൽ ജാമ്യം ലഭിച്ചാൽ മാത്രമേ ജയിലിന് പുറത്തിറങ്ങാൻ കഴിയൂ. ദ്വാരപാലക കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യ ഹർജി നൽകിയത്. 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തിയും കേന്ദ്ര നയങ്ങളെ വിമർശിച്ചും രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ നയപ്രഖ്യാപന പ്രസംഗം. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കിയതും ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയതും രാജ്യത്തിന് മാതൃകയെന്ന് ഗവർണർ. തെറ്റായ അവകാശവാദങ്ങളും അർത്ഥസത്യങ്ങളും കുത്തിനിറച്ച നയപ്രഖ്യാപന പ്രസംഗമെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് തുടങ്ങിയത്. സ്പീക്കറും മുഖ്യമന്ത്രിയും നേരിട്ടെത്തി പൂച്ചെണ്ടുകൾ നൽകി ഗവർണറെ സ്വീകരിച്ചു. അതിദാരിദ്ര്യമുക്തമാക്കി കേരളത്തെ മാറ്റിയ ഭരണനേട്ടം ഉയർത്തിക്കാട്ടിയാണ് നയപ്രഖ്യാപനം ഗവർണർ വായിച്ചു തുടങ്ങിയത്. 10 വർഷത്തെ വികസന ക്ഷേമ പദ്ധതികൾ എണ്ണി നിരത്തി. Kerala's economy has entered a phase of accelerated and broad-based growth, with my government achieving average annual growth of around 12%, more than doubling the state's economic output over the last decade. വായ്പാ നയത്തിലും GST വിഹിതത്തിലും കേന്ദ്രത്തിന്റെ നയങ്ങളെ നയപ്രഖ്യാപനത്തിൽ വിമർശിക്കുകയും ചെയ്തു. ധനകാര്യ ഫെഡറലിസത്തിന്റെ ഭരണഘടനാപരമായ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ തുടർച്ചയായ പ്രതികൂല നടപടികളുടെ ഫലമായി കേരളം ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ പൊള്ളയായ അവകാശവാദങ്ങളും അർത്ഥസത്യങ്ങളും കുത്തിനിറച്ച നയപ്രഖ്യാപന പ്രസംഗമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. തെറ്റായ അവകാശവാദങ്ങളും അർദ്ധസത്യങ്ങളും കുത്തിനിറച്ച് ഗവൺറെ കൊണ്ട് പ്രസംഗിപ്പിച്ചിട്ടുള്ള ഒരു തെറ്റായ ഡോക്യുമെൻ്റാണ്
ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. 1 മണിക്കൂർ 52 മിനിറ്റ് നീണ്ടുനിന്ന നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം ഗവർണർ മടങ്ങി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരായ കടുത്ത വിമർശനവും ബില്ലുകളെക്കുറിച്ചുള്ള പരാമർശവും ഒഴിവാക്കിയും ചില വാചകങ്ങൾ കൂട്ടിച്ചേർത്തും ഗവർണർ രാജേന്ദ്ര അർലേക്കർ മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം മാത്രമേ ഔദ്യോഗികമായി അംഗീകരിക്കാവൂ എന്ന് ആവശ്യപ്പെട്ട് സഭയിൽ മുഖ്യമന്ത്രിയുടെ അസാധാരണ നീക്കം. മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിന് സ്പീക്കർ അംഗീകാരം നൽകി. ഗവർണറുടെ നിലപാടിനെ പ്രതിപക്ഷം വിമർശിച്ചെങ്കിലും ഗവർണറും സർക്കാരും നാടകം കളിക്കുകയാണെന്ന ആരോപണം ആവർത്തിച്ചു. വിവാദം മുഴുകിയതോടെ അർദ്ധസത്യങ്ങൾ നയപ്രഖ്യാപനത്തിൽ വായിക്കില്ലെന്ന് സർക്കാരിനെ നേരത്തെ അറിയിച്ചിരുന്നതായി ലോക്ഭവൻ വിശദീകരിച്ചു. 1 മണിക്കൂർ 52 മിനിറ്റ് നീണ്ടുനിന്ന നയപ്രഖ്യാപന പ്രസംഗം സാധാരണ നിലയിലാണ് മുന്നോട്ടു പോയത്. പ്രസംഗം പൂർത്തിയാക്കിയ ശേഷം മുഖ്യമന്ത്രി ഗവർണറെ യാത്രയാക്കി തിരികെ സഭയിലെത്തിയപ്പോഴാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഗവർണർ എഴുതി നൽകിയ പ്രസംഗത്തിലെ കേന്ദ്ര വിമർശനം വായിച്ചെങ്കിലും 12, 15, 16 ഖണ്ഡികകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കുകയും മറ്റു ചില വരികൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തുവെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. ഇതിനെതിരെ അസാധാരണ നീക്കവുമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നു. ചട്ടവിരുദ്ധമായ നടപടികളാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം മാത്രമേ സഭാരേഖകളിൽ പാടുള്ളൂവെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12, 15, 16 എന്നിവയിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഭരണഘടനയുടെ അന്തസ്സത്തക്കും സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും അനുസൃതമായി മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് നിലനിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ആവശ്യം സ്പീക്കർ അംഗീകരിച്ചു. അതേസമയം ഗവർണറുടെ നടപടിയെ പ്രതിപക്ഷം വിമർശിച്ചെങ്കിലും മുഖ്യമന്ത്രിയും ഗവർണറും നാടകം കളിക്കുകയാണെന്ന വിമർശനം പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. തയ്യാറാക്കി കൊടുക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കേണ്ടത്. ഗവർണർക്ക് പേഴ്സണൽ വ്യൂസ് പറയാനുള്ള അധികാരമില്ല. ഗവർണർക്ക് കൂട്ടിച്ചേർക്കാനോ വിട്ടുകളയാനുള്ള അധികാരമില്ല. അതൊരു ഭരണഘടനാപരമായ കാര്യമാണ്. അതിനോട് ഞങ്ങൾ യോജിക്കുന്നു. പക്ഷേ ഗവർണറും ഈ സർക്കാരും തമ്മിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ ആളുകൾ ചിരി ഉറങ്ങുമ്പോൾ, കാരണം ഏത് രാത്രി വേണമെങ്കിലും സെറ്റിൽമെന്റ് ആവാം. എന്നാൽ വിവാദം മുറുകിയപ്പോൾ വിശദീകരണവുമായി ലോക്ഭവൻ രംഗത്തു വന്നു. അർത്ഥസത്യങ്ങൾ നയപ്രഖ്യാപനത്തിന്റെ കരടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ലോക്ഭവൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നതായും എന്നാൽ ഗവർണർക്ക് യുക്തമെന്ന് തോന്നുന്ന ഭേദഗതികളോട് വായിക്കാമെന്നായിരുന്നു സർക്കാരിൽ നിന്നുണ്ടായ പ്രതികരണമെന്നും ലോക്ഭവൻ വിശദീകരിച്ചു. ബില്ലുകളിൽ ഒപ്പിടാത്തത് സംബന്ധിച്ച് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തുവെന്നത് വാസ്തവ വിരുദ്ധമായതിനാൽ അത് ഒഴിവാക്കണമെന്നും കേന്ദ്ര നിലപാട് ഫെഡറൽ തത്വങ്ങൾ അട്ടിമറിക്കുന്നതാണ് എന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നുവെന്നാണ് ലോക്ഭവന്റെ വിശദീകരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ ഗവർണർ വിട്ടുകളഞ്ഞെന്ന മുഖ്യമന്ത്രിയുടെ വാദം ഇലക്ഷൻ സ്പോൺസേഡ് ഡ്രാമയെന്ന് KC വേണുഗോപാൽ. ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് ഇതിനേക്കാൾ വലിയ വെട്ടൽ നടന്നപ്പോൾ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി പറയുന്നത് അന്തർധാരയുടെ ഭാഗമായാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർ വായിക്കുന്നത് വെട്ടുന്ന ശീലം ഉണ്ടായിരുന്നെങ്കിൽ ഇതെന്ത് മുമ്പേ ചെയ്യാതിരുന്നത് പിണറായി സർക്കാർ? മുമ്പും വെട്ടിയിരുന്നല്ലോ, മുമ്പ് ഉൾപ്പെടുത്തിയിരുന്നല്ലോ. അന്ന് അതേപടി വിഴുങ്ങിയവർ, അതിനെയൊക്കെ അതേപടി വിഴുങ്ങിയവർ ഇന്നിപ്പോൾ പുതിയ ആഖ്യാനവുമായി വന്നിരിക്കുന്നത് അടുത്ത മാസം ഇലക്ഷൻ നടക്കുന്നുള്ളതുകൊണ്ടാണ്. ഗവർണർ വെട്ടാൻ സൗകര്യം ചെയ്തു കൊടുത്തു. തമിഴ്നാട്ടിൽ ഗവർണർ സർക്കാർ പോര് മുറുകുകയാണ്. നയപ്രഖ്യാപന പ്രസംഗം നടത്താതെ ഗവർണർ RN രവി ഇറങ്ങിപ്പോയി. പ്രസംഗം ഗവർണർ വായിച്ചതായി പ്രമേയം പാസാക്കിയ സഭ നയപ്രഖ്യാപന പ്രസംഗം ഇനി മുതൽ വേണ്ട എന്നും ഇതിനായി ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണമെന്നും മുഖ്യമന്ത്രി സ്റ്റാലിൻ സഭയിൽ ആവശ്യപ്പെട്ടു. അതിനിടെ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി AADMK രംഗത്തെത്തി. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിപ്പോയി. തമിഴ്നാട് നിയമസഭയുടെ ഈ വർഷത്തെ ആദ്യ സമ്മേളനത്തിലും കഴിഞ്ഞ വർഷത്തേതിന് സമാനമായ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ഗവർണർ RN രവിയും മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK സർക്കാരും തമ്മിലുള്ള പോര് മറ്റൊരു തലത്തിലെത്തുന്ന കാഴ്ചയ്ക്ക് ഇത്തവണയും സഭ സാക്ഷ്യം വഹിച്ചു. DMK സർക്കാർ തയ്യാറാക്കിയ നയപ്രഖ്യാപനത്തിൽ നിറയെ പിഴവുകളുണ്ടെന്നും അത് വായിക്കാനാകില്ലെന്നും ഗവർണർ RN രവി പറഞ്ഞു. സമ്മേളനത്തിന്റെ തുടക്കത്തിൽ ദേശീയഗാനം ആലപിക്കാത്തതിനെയും ഗവർണർ വിമർശിച്ചു. തമിഴ് തായ് വാഴ്ത്തോടെയാണ് സഭാ നടപടികൾ തുടങ്ങിയത്. തുടർന്ന് ദേശീയഗാനം ആലപിക്കാൻ ഗവർണർ രവി ആവശ്യപ്പെട്ടു. എന്നാൽ തമിഴ് തായ് ആശംസ മാത്രമാണ് ആദ്യമെന്നും ദേശീയഗാനം ആദ്യം ആലപിക്കുന്നില്ലെന്നും സ്പീക്കർ അറിയിച്ചു. ദേശീയഗാനത്തെ അപമാനിക്കാനാവില്ലെന്നും ആലപിക്കണമെന്നും ഗവർണർ വീണ്ടും ആവശ്യപ്പെട്ടു.
നിയമസഭയുടെ ചട്ടങ്ങളും നിയമങ്ങളും ഗവർണർ പാലിക്കണമെന്നും നയപ്രഖ്യാപന പ്രസംഗം വായിക്കണമെന്നും സ്പീക്കർ നിർദ്ദേശിച്ചു. തന്റെ ഉത്തരവാദിത്തങ്ങൾ തനിക്കറിയാമെന്ന് ഗവർണറും പ്രതികരിച്ചു. തുടർന്ന് നിയമസഭയിൽ അംഗങ്ങൾക്ക് മാത്രമേ അഭിപ്രായം പറയാൻ കഴിയൂ എന്നും മറ്റൊരാൾക്കും ഇതിന് അവകാശമില്ലെന്നും സ്പീക്കർ മറുപടി നൽകി. ഇതിനിടെ ഗവർണറുടെ മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തുടർന്ന് സ്പീക്കർ എൻ അപ്പാവു നയപ്രഖ്യാപനം നിയമസഭ പാസാക്കിയതായി പ്രഖ്യാപിച്ചു. നയപ്രഖ്യാപന പ്രസംഗം ഇനി മുതൽ വേണ്ടെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ അഭിപ്രായപ്പെട്ടു. ഇതിനായി ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണമെന്നും സ്റ്റാലിൻ നിർദ്ദേശിച്ചു. ഗവർണർ ആർ.എൻ. രവി ജനങ്ങളുടെ സഭയെയും അതിന്റെ മഹത്വത്തെയും അപമാനിച്ചുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. மக்களுடைய பேராதரவோடு பெரும்பான்மையோடு வெற்றி பெற்று ஆட்சி அமைந்துள்ள அரசு எடுக்கின்ற முடிவுகளுக்கு ஒத்துழைப்பு கூடியவராக இருக்க வேண்டும். அதைத்தான் அரசமைப்பு சட்டமும் அந்த பதவி வகுப்பிடம் இருந்து എതിർപാർക്കുന്നത്. പിന്നാലെ കാര്യം വിശദീകരിച്ച രാജ്ഭവൻ പത്രക്കുറിപ്പും പുറത്തിറക്കി. മൈക്ക് ഓഫ് ചെയ്തതിൽ ഞെട്ടിപ്പോയെന്നും ഗവർണർ പദവിയെയാണ് അപമാനിച്ചതെന്നും ആർ.എൻ. രവി കുറ്റപ്പെടുത്തി. ദേശീയഗാനത്തെ അവഹേളിക്കുന്നത് ഭരണഘടനയോടുള്ള അവഹേളനമാണെന്നും പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ലോകത്തെ ഏറ്റവും അധികം മാനുഷിക ദുരിതാശ്വാസ സഹായം നൽകിയ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ സൗദി അറേബ്യ 2ാം സ്ഥാനത്തും അറബ് ലോകത്ത് 1ാം സ്ഥാനത്തുമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഫിനാൻഷ്യൽ ട്രാക്കിംഗ് പ്ലാറ്റ്ഫോം സ്ഥിതിവിവരക്കണക്കുകൾ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷത്തെ സ്ഥിതിവിവരക്കണക്കുകളാണ് ഈ കാര്യം അറിയിക്കുന്നത്. യമന് ഏറ്റവും അധികം മാനുഷിക സഹായം നൽകുന്ന രാജ്യങ്ങളിൽ സൗദി അറേബ്യ 1ാം സ്ഥാനത്താണ്. കഴിഞ്ഞ വർഷം യമന് ലോകരാജ്യങ്ങൾ നൽകിയ മൊത്തം സഹായത്തിൻ്റെ 49.3% സൗദി അറേബ്യയുടെ വിഹിതമായിരുന്നു. ഗാസ സമാധാന ബോർഡിലേക്കുള്ള അമേരിക്കയുടെ ക്ഷണം UAE സ്വീകരിച്ചു. പലസ്തീൻ ജനതയുടെ നിയമാനുസൃതമായ അവകാശങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 20 ഇന സമാധാന പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കേണ്ടതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് UAEയുടെ തീരുമാനമെന്ന് UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ പറഞ്ഞു. ഗാസ സമാധാന ബോർഡിൽ UAE സജീവ പങ്കാളിത്തം വഹിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കുറഞ്ഞ മണിക്കൂറുകൾ മാത്രം നീണ്ട UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ദില്ലി സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചത് സുപ്രധാനമായ കരാറുകളിലാണ്. 2022 മുതൽ പ്രാബല്യത്തിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ വിപുലീകരണം മുതൽ അബുദാബിയിൽ നിർമ്മിക്കുന്ന ഹൗസ് ഓഫ് ഇന്ത്യ വരെയുള്ള നിർണായക തീരുമാനങ്ങൾ UAE പ്രസിഡന്റിന്റെ സന്ദർശനത്തിനിടെ ഉണ്ടായി. UAE പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ 3ാമത് ഇന്ത്യ സന്ദർശനം 3 മണിക്കൂറുകൾ മാത്രം ദൈർഘ്യമുള്ളതായിരുന്നു. എന്നാൽ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ സുപ്രധാനമായ കരാറുകളിലാണ് ഇന്ത്യയും UAEയും ഒപ്പുവെച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് ഷെയ്ഖ് മുഹമ്മദിനെ സ്വീകരിച്ചത്. 2022 സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പുവെച്ചതിന് ശേഷം 2024-25 സാമ്പത്തിക വർഷത്തിൽ ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ വളർന്നു. 2032 ഇത് $200 ബില്യൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദും തമ്മിലുള്ള ചർച്ചയിൽ ധാരണയായി. മിഡിൽ ഈസ്റ്റ്, പശ്ചിമേഷ്യ, ആഫ്രിക്ക, യൂറേഷ്യ എന്നിവിടങ്ങളിൽ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനായി ഭാരത് മാർട്ട്, വെർച്വൽ ട്രേഡ് കോറിഡോർ, ഭാരത് ആഫ്രിക്ക സേതു എന്നിവ നടപ്പാക്കണമെന്നും തീരുമാനിച്ചു. ബഹിരാകാശ, നിർമ്മിത ബുദ്ധി, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കാനും ഇരു നേതാക്കളും തമ്മിൽ ധാരണയായി. ഭക്ഷ്യസുരക്ഷയിൽ ഇന്ത്യ UAE സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും തീരുമാനിച്ചു. ഇന്ത്യയും UAEയുമായുള്ള സാംസ്കാരിക ബന്ധത്തിന്റെ പ്രതീകമെന്നോണം അബുദാബിയിൽ ഹൗസ് ഓഫ് ഇന്ത്യ സ്ഥാപിക്കും. പ്രതിരോധ, വിദ്യാഭ്യാസ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കാനും ധാരണയായി. നയതന്ത്ര, വ്യാപാര മേഖലകളിലെ സുപ്രധാനമായ തീരുമാനങ്ങൾക്കൊപ്പം പ്രധാനമന്ത്രി UAE പ്രസിഡന്റിന് നൽകിയ സ്നേഹസമ്മാനങ്ങളും ശ്രദ്ധേയമായി. ഗുജറാത്തിലെ വീടുകളിൽ സുപ്രധാന സ്ഥാനമുള്ള രാജകീയ ഊഞ്ഞാലാണ് അതിൽ പ്രധാനം. കുടുംബ ബന്ധത്തിന്റെയും ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ അടയാളമായാണ് ഈ ഊഞ്ഞാൽ കണക്കാക്കുന്നത്. UAE കുടുംബവർഷമായാണ് 2026 ആചരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദി സമ്മാനിച്ച സുന്ദരമായ കൊത്തുപണികളോടുകൂടിയ ഊഞ്ഞാൽ കൂടുതൽ മൂല്യമേറിയതായി. കശ്മീരിൽ നിന്നുള്ള പഷ്മീന ഷോളാണ് മറ്റൊന്ന്. പൂർണ്ണമായും കൈകൊണ്ട് തുന്നിയ മേൽത്തരം കമ്പിളി കൊണ്ടുള്ള ഷോൾ നരേന്ദ്രമോദി ഷെയ്ഖ് മുഹമ്മദിനെ അണിയിക്കുന്നതിന്റെയും സൗഹൃദം പങ്കിടുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് ഹമദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉൾപ്പെടെയുള്ള ഉന്നതതല സംഘവും UAE പ്രസിഡന്റിനൊപ്പം ദില്ലിയിൽ എത്തിയിരുന്നു. UAEയിൽ താമസിക്കുന്ന ഇന്ത്യൻ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായി മണിക്കൂറുകൾ മാത്രം നീണ്ടുനിന്ന UAE പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം. ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്.
കുവൈറ്റിൽ സ്വകാര്യ വാണിജ്യ മേഖലകളിൽ നഗരസഭ നൽകുന്ന മാലിന്യ ശേഖരണ സേവനങ്ങൾക്ക് ഫീസ് ചുമത്തണമെന്ന നിർദ്ദേശവുമായി നഗരസഭാ കൗൺസിൽ അംഗം അലിയ അൽ ഫാരസി. സ്വദേശി പാർപ്പിട മേഖലയെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരിസ്ഥിതിപരമായി നേരിടുന്ന വെല്ലുവിളികൾ, സർവ്വ മേഖലകളിലുമുള്ള നഗരവികസനം, രാജ്യത്ത് പുരോഗമിക്കുന്ന വികസന പദ്ധതികളുടെ എണ്ണം, തെക്ക് വടക്കൻ മേഖലകളിലും നഗരപ്രദേശങ്ങളിലും ഉയരുന്ന വിവിധ പദ്ധതികൾ എന്നിവ കണക്കിലെടുത്ത് ഇതിനായി ഫലപ്രദമായ നയങ്ങൾ അനിവാര്യമാണെന്നും അൽ ഫാരസി പറഞ്ഞു. രാജ്യത്തെ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ വഴി നിലവിൽ പ്രതിദിനം വിവിധ തരത്തിലുള്ള ആയിരക്കണക്കിന് ടൺ മാലിന്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ കേന്ദ്രങ്ങൾ വഴിയുള്ള ശേഖരണം, നിക്ഷേപം, സംസ്കരണം എന്നിവയ്ക്ക് ആവശ്യമായ മുഴുവൻ ചെലവുകളും സർക്കാരാണ് വഹിക്കുന്നത്. ഇതോടൊപ്പം പരിസ്ഥിതി നാശനഷ്ടങ്ങൾക്കും ഭാവിയിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ചെലവുകളും സർക്കാരിൽ വന്നു ചേരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. കുവൈറ്റിൽ ബാങ്കുകൾക്ക് വീണ്ടും സമ്മാന നറുക്കെടുപ്പ് നടത്താൻ അനുമതി. ഇത് സംബന്ധിച്ച നിർദ്ദേശം കുവൈറ്റ് സെൻട്രൽ ബാങ്ക് പ്രാദേശിക ബാങ്കുകൾക്ക് നൽകി. സുതാര്യതയും നീതിയും ഉറപ്പാക്കുന്ന പുതിയ ഭരണ നിയന്ത്രണ സംവിധാനങ്ങൾ പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് ബാങ്കുകൾക്ക് സമ്മാന നറുക്കെടുപ്പ് പദ്ധതികൾ പുനരാരംഭിക്കാൻ സെൻട്രൽ ബാങ്ക് അനുമതി നൽകിയത്. ബന്ധപ്പെട്ട അധികാരികളുടെ നിയമനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായ സംയോജിത സംവിധാനം ബാങ്കുകൾ നടപ്പാക്കിയതായി സെൻട്രൽ ബാങ്ക് അറിയിച്ചു. 10 വർഷത്തിനിടെ യമന് സൗദി അറേബ്യ $460 കോടി സഹായങ്ങൾ നൽകിയതായി കിങ് സൽമാൻ ഹ്യൂമനിറ്റേറിയൻ എയ്ഡ് ആൻഡ് റിലീഫ് സെന്റർ വക്താവ് ഡോക്ടർ സാമിർ അൽജു തൈലി പറഞ്ഞു. യമനിൽ സുതാര്യമായി പ്രവർത്തിക്കുന്ന എല്ലാ UN അന്താരാഷ്ട്ര സംഘടനകൾക്കും സൗദി അറേബ്യ ധനസഹായം നൽകിയിട്ടുണ്ട്. പല പദ്ധതികളിലും സൗദി അറേബ്യയുടെ പേര് പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും അവയ്ക്ക് രാജ്യം ധനസഹായം നൽകുന്നു. സൗദിയിലെ അബഹക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ മലയാളിയടക്കം 2 പേർ മരിച്ചു. കാസർഗോഡ് വലിയപറമ്പ സ്വദേശി AG റിയാസ്, ഉടുപ്പി കുന്താപുര സ്വദേശി അമാർ അഹമ്മദ് എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ അബഹയിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ ജീസാൻ റൂട്ടിലെ ദർബിന് സമീപം മർദ എന്ന സ്ഥലത്തായിരുന്നു അപകടം. ഇവ സഞ്ചരിച്ചിരുന്ന ടൊയോട്ട യാരിസ് കാർ സൗദി പൗരൻ ഓടിച്ചിരുന്ന വാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മലയാള ചലച്ചിത്ര നിർമ്മാണ മേഖലയിൽ കൂടുതൽ സജീവമാകുമെന്ന് തമിഴ് നിർമ്മാതാവും പ്രവാസി വ്യവസായിയുമായ കണ്ണൻ രവി. ഈയിടെ റിലീസ് ചെയ്ത തമിഴ് സിനിമ തലൈവർ തമ്പി തലൈമയിൽ സിനിമയുടെ വിജയാഘോഷത്തിനിടെ ദുബായിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സുരേഷ് ഗോപി നായകനാകുന്ന സിനിമ ഉൾപ്പെടെയുള്ളവയുടെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തമിഴ് നടൻ സിബി സത്യരാജ് വില്ലൻ വേഷത്തിലുള്ള സിനിമയുടെ ചിത്രീകരണം ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ് പ്രഭാവതി മേനോനാണ് സംവിധായകൻ. തമിഴ് കന്നഡ താരങ്ങളും സിനിമയുടെ ഭാഗമാവും. നടൻ കൈലാഷും വിജയാഘോഷത്തിൽ പങ്കെടുത്തു. മറ്റു വാർത്തകളിലേക്ക്. വർഗീയത പറയുന്ന ഒരാളുടെ നിലപാടിനോടും CPM-ന് യോജിപ്പില്ലെന്ന് MV ഗോവിന്ദൻ. വർഗീയതയ്ക്കെതിരെ രാജ്യത്ത് തന്നെ അതിശക്തമായി നിൽക്കുന്ന പാർട്ടിയാണ് CPM. CPM-നെ കടന്നാക്രമിക്കാനുള്ള കള്ളപ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായി ചേരുന്നതിൽ VD സതീശന് യാതൊരു മടിയുമില്ല. സവർക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി നമസ്കരിക്കുന്ന ആളാണ് VD സതീശനെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം മന്ത്രി V അബ്ദുൾ റഹ്മാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ വേദി പങ്കിട്ടതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് MV ഗോവിന്ദൻ പ്രതികരിച്ചില്ല. സജി ചെറിയാന്റെ പ്രസ്താവനയിൽ പ്രതികരിച്ച് മന്ത്രി V ശിവൻകുട്ടി, ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും അതിനെ എതിർക്കുന്ന നിലപാടാണ് ഇടതുപക്ഷത്തിൻ്റെതെന്നും ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ചെറുക്കപ്പെടണമെന്നും മന്ത്രി പറഞ്ഞു. സജി ചെറിയാൻ പറഞ്ഞതും അതുതന്നെയാണ്. സജി ചെറിയാൻ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടിയ ആളാണെന്നും വാർത്ത വളച്ചൊടിച്ചതാണെന്നും മന്ത്രി പറഞ്ഞു. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. ഇന്ന് 3 തവണ വില വർദ്ധിച്ചു. 3160 രൂപയാണ് ഇന്ന് കൂടിയത്. ഇതോടെ പവന് 1,10,400 രൂപയായി. ഗ്രാമിന് 13,800 രൂപയായി വർദ്ധിച്ചു. രാവിലെ ഗ്രാമിന് 95 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് 100 രൂപയും 3:30 മണിയായപ്പോൾ വീണ്ടും 200 രൂപയും വർദ്ധിച്ചു. ഒറ്റ ദിവസം കൊണ്ട് ഗ്രാമിന് 395 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് വില ഉയരാൻ പ്രധാനമായി കാരണമായത്.
ആത്മീയതയുടെ നിറവിലാണ് തിരുനാവായ. കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവം അക്ഷരാർത്ഥത്തിൽ ത്രിമൂർത്തി സംഗമസ്ഥാനത്തെ ഭക്തിയിലാഴ്ത്തി. കേരളത്തിൽ പുതുമയുള്ള കുംഭമേള കാണാൻ ആയിരങ്ങളാണ് എത്തുന്നത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സംഗമഭൂമിയായ തിരുനാവായ മഹാമാഘോത്സവത്തിന് വേദിയായതോടെ ആയിരങ്ങളാണ് ഓരോ ദിനവും ഇവിടെ എത്തുന്നത്. ഉത്സവനാളിൽ സപ്തനദികളുടെ സാന്നിധ്യം ഭാരതപ്പുഴയിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ഈ വേളയിൽ നിളയിൽ സ്നാനം ചെയ്യുന്നതും നിള ആരതിയിൽ പങ്കെടുക്കുന്നതും ഭക്തർക്ക് പുണ്യമാണ്. ഇതുവരെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന കുംഭമേളകൾ TV-യിലൂടെ മാത്രം കണ്ടറിഞ്ഞവർ കുംഭമേളയുടെ ആത്മീയത തിരുനാവായയിലെത്തി നേരിട്ട് അറിഞ്ഞ് അനുഭവിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ കുംഭമേളയിൽ കാണാൻ പറ്റുന്നത്. പുതുതർപ്പണത്തിന് മാത്രമേ ഈ പ്രദേശത്ത് എത്തിയിട്ടുള്ളൂ. ഇപ്പൊ കുംഭമേള കേട്ടറിഞ്ഞ് വന്നാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇതിനുള്ള ഇത്രയും ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ തപസ്സിരിക്കുന്ന ഈ പുണ്യഭൂമിയിൽ എത്തിയത് തന്നെ മഹാഭാഗ്യം. കുംഭമേള തുടങ്ങി ഓരോ ദിനം കഴിയുന്തോറും മേളയിൽ പങ്കെടുക്കാൻ എത്തുന്നവരുടെ എണ്ണം ക്രമാതീതമായി ഉയരുകയാണെന്ന് സംഘാടകർ പറയുന്നു. ഭൂതപൂർവമായ തിരക്കാണ്. ഇപ്പോൾ ഓരോ ദിവസവും നാടിന്റെ നാനാ ഭാഗത്തുനിന്നും അത് വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. സാധാരണ നമ്മൾ രാവിലെ 5 മണിക്ക് തുറന്ന് സാധാരണ ദിവസങ്ങളിൽ 11 മണി വരെയാണ് നമ്മൾ ക്ഷേത്രത്തിന്റെ സമയം. അതിപ്പോൾ 12 മണി ആയാലും അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. രാവിലെ മുതൽക്ക് തുടങ്ങുന്ന ക്യൂ അമാവാസ്യ അന്ന് ഏകദേശം 1.5-2 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ആൾക്കാരെ ഭാഗത്തേക്ക് കയറിയിരുന്നത്. കാഷായധാരികളായ സന്യാസിമാരുടെ സാന്നിധ്യവും മന്ത്രോച്ചാരണങ്ങളും ശംഖുനാദവും ഉയരുന്ന നിളാതീരവും കേരളത്തെ ആത്മീയതയുടെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്തുകയാണ്. കുംഭമേളയുടെ ആദ്യ ദിനങ്ങളിൽ കേരളത്തിനകത്തു നിന്നുള്ളവരാണ് കൂടുതലായി തിരുനാവായയിൽ എത്തുന്നത്. വരും ദിവസങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കൂടി എത്തുന്നതോടെ വൻ തിരക്ക് നിളാതീരത്ത് അനുഭവപ്പെടും. തിരുനാവായയിൽ നിന്നും ടി.കെ. അരവിന്ദൻ, അമൃത ന്യൂസ്. ചെട്ടിക്കുളങ്ങര അമ്മ സനാതനധർമ്മ പുരസ്കാരം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് സമർപ്പിച്ചു. സനാതന ധർമ്മ മൂല്യങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിൽ അമ്മ നൽകുന്ന അതുല്യമായ ആത്മീയ സേവനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം. ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവത്തിന്റെ ഭാഗമായ സപ്താഹ ജ്ഞാന യജ്ഞവേദിയിലാണ് അമ്മയ്ക്കായി പുരസ്കാരം സമർപ്പിച്ചത്. ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്ര സനാതനധർമ്മ സേവാ സംഘത്തിന്റെ 65ാമത് സപ്താഹ ജ്ഞാന യജ്ഞവാർഷികവും മകരഭരണി മഹോത്സവം ഉദ്ഘാടനവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ നിർവഹിച്ചു. 16ാമത് ചെട്ടിക്കുളങ്ങരയമ്മ സനാതനധർമ്മ പുരസ്കാരം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് സമർപ്പിച്ചു. അമ്മയ്ക്ക് വേണ്ടി മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. പൂർണ്ണകുംഭം നൽകിയാണ് സനാതനധർമ്മ സേവാ സംഘം ഭാരവാഹികൾ സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയെ സ്വീകരിച്ചത്. അമ്മ തന്റെ ജീവിതം കൊണ്ട് മനുഷ്യർക്ക് സാന്ത്വനം കൊടുക്കുന്നത് പോലെ ദേവസ്വം ബോർഡും ഭക്തജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാനും സംരക്ഷിക്കാനും ബാധ്യസ്ഥരാണെന്നും അമ്മയുടെ ജീവിതവും വ്യക്തിത്വവും പ്രചോദനമാകട്ടെ എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. മാതൃഭാവത്തിന് ഉദാത്തവും ഉദാരവുമായിട്ടുള്ള വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് നിന്റെ എല്ലാ കുറ്റങ്ങളും കുറവുകളും എല്ലാം ഞാൻ പുറത്ത് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ചെവിയിൽ അമ്മ മന്ത്രിക്കുമ്പോൾ മനുഷ്യ മനസ്സിലുണ്ടാകുന്ന വിസ്മയകരമായിട്ടുള്ള പരിവർത്തനത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഈ അമൃതപുരിയിൽ നമുക്ക് നമ്മുടെ അടുത്ത് ജീവിക്കുന്ന അമ്മ എന്ന് വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കും. ഈ ലോകം ഒരു കുടുംബമായി മാറണം എന്നതാണ് അമ്മയുടെ സ്വപ്നമെന്ന് നന്ദി പ്രഭാഷണത്തിൽ സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. ലോകത്തിനു വേണ്ടി തന്റെ ജീവിതം ഹോമിച്ചുകൊണ്ടിരിക്കുന്നു. അത് മാതൃഭാവത്തിൽ മാത്രമേ ആ ത്യാഗഭാവം ഉണ്ടാവുകയുള്ളൂ. മാതൃഭാവത്തിന്റെ ശക്തി എത്രയാണെന്ന് അമ്മ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഭക്തിയും ജ്ഞാനവും ഒത്തുചേർന്ന വേദിയിൽ സ്വാമി ഉദിത് ചൈതന്യ, ചെട്ടിക്കുളങ്ങര ക്ഷേത്രം തന്ത്രി പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സന്നിഹിതരായിരുന്നു. 100 കണക്കിന് ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ അമൃത വിശ്വവിദ്യാപീഠവുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ കോട്ടയം ജില്ലാതല മത്സരത്തിൽ വെള്ളൂർ ഭവൻസ് ന്യൂസ്പ്രിന്റ് വിദ്യാലയം, കോതനല്ലൂർ ഇമാനുവേൽ HSS എന്നിവർ ജേതാക്കളായി. കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരത്തിൽ 50 സ്കൂളുകളിൽ നിന്നായി 100 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കല, സാഹിത്യം, ശാസ്ത്രം, ചരിത്രം,
പൊതുവിജ്ഞാനം തുടങ്ങി അറിവിൻ്റെ സർവ്വതലങ്ങളെയും സ്പർശിക്കുന്നതായിരുന്നു ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ അമൃത വിശ്വവിദ്യാപീഠവുമായി ചേർന്ന് കോട്ടയം ബേക്കർ സ്കൂളിൽ സംഘടിപ്പിച്ച കോട്ടയം ജില്ലാതല ക്വിസ് മത്സരം. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാനുള്ളവരെ കണ്ടെത്താൻ സംഘടിപ്പിക്കുന്ന ജില്ലാതല മത്സരങ്ങളിൽ 8ാമത് മത്സരമാണ് കോട്ടയത്ത് നടന്നത്. സബ് ജൂനിയർ, ജൂനിയർ വിഭാഗങ്ങളിലായി 50 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ക്വിസിംഗ് ചാമ്പ്യനെ കണ്ടെത്താൻ അമൃത വിശ്വവിദ്യാപീഠവും ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് 2.0 7 ജില്ലകളോളം പിന്നിട്ട് ഇന്ന് കോട്ടയത്തെത്തി നിൽക്കുകയാണ്. ഒരുപാട് മത്സരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ മത്സരങ്ങളാണ്, സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പാണ് ക്വിസിലെ ഔദ്യോഗിക ജില്ലാ ചാമ്പ്യനെയും സംസ്ഥാന ചാമ്പ്യനെയും കണ്ടെത്തുന്നത്. ക്യൂ ഫാക്ടറിയുടെ നേതൃത്വത്തിൽ ക്യുസ്മാൻ സ്നേഹജ് ശ്രീനിവാസ്, ദീപക് കെ എന്നിവരാണ് മത്സരം നിയന്ത്രിച്ചത്. സബ് ജൂനിയർ വിഭാഗത്തിൽ തലയോലപ്പറമ്പ് ഭവൻസ് ന്യൂസ് പ്രിന്റ് വിദ്യാലയത്തിലെ ജേക്കബ് എബ്രഹാം കൊച്ചേക്കൻ, അഭിറാം എം ആനന്ദ് എന്നിവർ ജേതാക്കളായി. ഞങ്ങൾ ഇതുവരെയായിട്ട് കാണാത്ത പുതിയ പുതിയ റൗണ്ടുകളും ടൈം മാനേജ്മെൻറ്റും അതെല്ലാം അടിപൊളിയായിരുന്നു. ഏറ്റവും പ്രത്യേകത ക്വിസിൻ്റെ സെലക്ഷൻ, ക്വസ്റ്റ്യൻസിൻ്റെ സെലക്ഷനും എല്ലാം അടിപൊളിയായിരുന്നു. നമ്മുടെ ബ്രെയിനിന് ഒരു ചാലഞ്ച് കൊടുക്കുന്ന പോലെ ഒരു അടിപൊളി. സബ് ജൂനിയർ വിഭാഗത്തിൽ വാഴപ്പള്ളി സെന്റ് തെരേസ സ്കൂൾ 2ാം സ്ഥാനവും ശ്രീ സരസ്വതി വിദ്യാമന്ദിർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ജൂനിയർ വിഭാഗത്തിൽ കോതനെല്ലൂർ ഇമാനുവൽ HSSലെ കാർത്തിക് പി, ശരൺ കെന്നഡി എന്നിവരായിരുന്നു വിജയികൾ. അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു പടം കാണിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഗസ് ചെയ്യിക്കുക, അത് നമ്മുടെ ബ്രെയിനെ അളക്കുന്ന ഒരു മെത്തേഡായിരുന്നു. ഇവിടെ ക്വിസ് കോമ്പറ്റീഷനിൽ വ്യത്യസ്തമെന്ന് പറയുക എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പവർ തന്നെയാണ്. കാരണം നമ്മൾ ചോദ്യത്തിലേക്ക് നമ്മളിപ്പം ഒരു ഉത്തരം പറയുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും ആലോചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് പ്രേരിപ്പിക്കും. ജൂനിയർ വിഭാഗത്തിൽ VHSS ബ്രഹ്മമംഗലം, സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂൾ ആനക്കൽ, വിവേകാനന്ദ വിദ്യാമന്ദിർ ടീമുകളും ഫൈനലിൽ കടന്ന് യഥാക്രമം 2, 3, 4 സ്ഥാനങ്ങൾ നേടി. മലയാള മനോരമ ചീഫ് സബ് എഡിറ്റർ അബ്ദുൽ ജലീൽ, ബേക്കർ മെമ്മോറിയൽ ഗേൾസ് HSS വൈസ് പ്രിൻസിപ്പൽ ബിനു വർഗീസ് എന്നിവർ വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫികളും സമ്മാനിച്ചു. ഇരു വിഭാഗങ്ങളിലുമായി 70,000-ഓളം രൂപയുടെ ക്യാഷ് പ്രൈസുകൾ വിജയികൾ സ്വന്തമാക്കി. 14 ജില്ലകളിലെയും ചാമ്പ്യന്മാർ സംസ്ഥാന ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. എറണാകുളം, മലപ്പുറം, പാലക്കാട്, തൃശൂർ എന്നീ ജില്ലകളിലെ മത്സരങ്ങൾ യഥാക്രമം ജനുവരി 21, 23, 24, 28 തീയതികളിലായി നടക്കും. അമൃത ന്യൂസ്, കോട്ടയം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ. നമസ്കാരം.